എന്നോട് പലപ്പോഴും ഞാൻ 137 രാജ്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. UAE അമേരിക്കയിലെ 10 വർഷത്തെ വിസ എൻ്റെ പാസ്പോർട്ടിലുണ്ട്. UAEയിലെ ഒരു റെസിഡൻസി അല്ലെങ്കിൽ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞ സാധനം എൻ്റെ പാസ്പോർട്ടിലുണ്ട്. പക്ഷേ ഒരു സഞ്ചാരത്തിൻ്റെ ചിത്രീകരണത്തിന് പോയാൽ ചിത്രീകരണം കഴിഞ്ഞ് ആ രാത്രിയിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് നാട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും പോയി ജീവിക്കണമെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നാത്തത്? ഓരോ യാത്രയും കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിലെ എനിക്കുള്ള ചെറിയ ഭൂമിയിൽ, എനിക്കുള്ള ചെറിയ വീട്ടിൽ, എനിക്കുള്ള ചെറിയ പ്രസ്ഥാനത്തിൽ ഇവിടെ തന്നെയാണ് എൻ്റെ മരണം വരെയുള്ള നാട് എന്ന് ഞാൻ എന്തുകൊണ്ട് ഉറച്ചാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ നാടിനെ ചില പോരായ്മകൾ പരിഹരിക്കണമെന്ന് പറയുന്നത്. അതിനർത്ഥം ക്രിയേറ്റീവ് ക്രിറ്റിസിസം അല്ലെന്നോ അതല്ലാതെ ഈ രാജ്യം മുഴുവൻ കുഴപ്പമാണെന്നോ അല്ല. എൻ്റെ സഞ്ചാരം പരിപാടികളും ഇന്ത്യയിലൂടെ ഞാൻ നടത്തിയ ഏതാണ്ട് 300-ലേറെ എപ്പിസോഡുകളും നിങ്ങൾ കണ്ടാൽ ഇന്ത്യയുടെ ഓരോ മഹത്തായ അംശത്തെ ഞാൻ എത്രയാണ് പുകഴ്ത്തിയിരിക്കുന്നതെന്നും അതിനെ ശ്ലാഘിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ എപ്പിസോഡുകളൊന്ന് കാണണം. കാണാം. പക്ഷേ അടുത്തിടെയായി കാണുന്ന പല എപ്പിസോഡുകളിലും അല്ലെങ്കിൽ താങ്കളുടെ പല സഞ്ചാരത്തിൽ ഒരു എപ്പിസോഡിൽ അങ്ങനെ ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവുക ഇതുപോലുള്ള ഒരു അഭിമുഖം നമ്മൾ നടത്തുന്നു. ഇതിനകത്ത് ചോദിച്ച ഒരു കൊനസ്റ്റ് ചോദ്യവും അതിൻ്റെ ഞാൻ എവിടെയോ പറഞ്ഞ ഒരു ഉത്തരവും മുറിച്ചെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അത് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരിക്കലല്ല, ഒരു നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞതാണ്, തർക്കത്തിന് വേണ്ടി ചോദിക്കുകയല്ല.